നമസ്കാരം. 1994 നവംബർ 25 കൂത്തുപറമ്പിലെ പോലീസ് സ്റ്റേഷനിലെ ക്രൈം റെക്കോർഡ് 353 പ്രകാരം അന്നത്തെ UDF മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ കൂത്തുപറമ്പിൽ ഒരു വധശ്രമം നടക്കുന്നു. ആ വധശ്രമത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ മന്ത്രി MV രാഘവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ഇടപെടേണ്ടി വരുന്നു. വെടിവെപ്പുണ്ടാവുന്നു. 5 പേർ കൊല്ലപ്പെടുന്നു. പുഷ്പനടക്കം ചിലർ ജീവിക്കുന്ന രക്തസാക്ഷികളാവുന്നു. ഇന്ന് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി നമ്മുടെ മുന്നിലുണ്ട്. തുടർന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഈ പുഷ്പനെ കേരളത്തിൽ ഉടനീളം പ്രദർശന വസ്തുവാക്കുന്നു. തുടർന്ന് അവർ പാട്ടൊക്കെ നിർമ്മിക്കുന്നു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൻ്റെ പിറവി അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ചിലരൊക്കെ കരുതുന്ന പോലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു ധീര ജവാനൊന്നുമല്ല സഖാവ് പുഷ്പൻ. സഖാവ് പുഷ്പൻ എന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അവർക്ക് മാത്രം വികാരമുണ്ടാവേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് യാതൊരു രീതിയിലും വികാരമോ വ്രണപ്പെടേണ്ടോ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കമ്മ്യൂണിസ്റ്റുകൾ അത് പാടുമ്പോൾ, പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുമ്പോൾ അവർക്ക് വികാരമുണ്ടാവുകയും മറ്റുള്ളവർ പാടുമ്പോൾ അവർക്ക് വികാരം വ്രണപ്പെടേണ്ട കാര്യം എന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്തിനാണ് നിങ്ങൾക്കിത്ര കുരുപൊട്ടുന്നത്? പുഷ്പൻ എന്ന വ്യക്തി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് പരിക്ക് പറ്റിയ ആളൊന്നുമല്ല. ഒരു മന്ത്രിക്കെതിരെ ഈ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ റിപ്പോർട്ട് പ്രകാരം തന്നെ വധശ്രമം നടത്തി അവിടെ പരിക്കേറ്റ് വീണ ആളാണ്. ഇനി പുഷ്പൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ആയിക്കോട്ടെ. എങ്കിലും ഒരു ചോദ്യം ബാക്കിയാണല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു MV രാഘവനെ അന്ന് തടഞ്ഞത്? കാരണം MV രാഘവൻ CPM കാരനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ബദൽ രേഖയും മറ്റുമൊക്കെ വന്നപ്പോൾ MV രാഘവനെ പാർട്ടി പുറത്താക്കുന്നു. തുടർന്ന് അയാൾ CMP എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അപ്പോൾ CPM വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ ആളുടെ അനുഭവം എന്താണ് എന്ന് TP ചന്ദ്രശേഖരൻ്റെ വധത്തിലൂടെ തന്നെ മലയാളികൾക്ക് മനസ്സിലായത്. ഇപ്പോൾ സമാനമായിട്ടുള്ള കാര്യം തന്നെ നടന്നിരിക്കണം MV രാഘവനെതിരെയും. പക്ഷേ അദ്ദേഹം മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോലീസ് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ അവസാന നാളുകളിൽ MV രാഘവൻ്റെ അവസാന നാളുകളിൽ CPM അദ്ദേഹത്തെ ഏതാണ്ട് മനസ്സുകൊണ്ട് തന്നെ തിരിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം CPM ഇന്ന് ആചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് വിരോധാഭാസം. ഒരേ സമയം തന്നെ അവർ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മ ദിവസവും ആഘോഷിക്കും. അതേപോലെ തന്നെ MV രാഘവൻ്റെ ചരമദിനവും ആചരിക്കും. രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് MV രാഘവനെ അവർ തടഞ്ഞത്? സ്വാശ്രയ കോളേജുകൾ തുടങ്ങാൻ UDF സർക്കാർ തീരുമാനിക്കുന്നു. അതിനെതിരെ ആദ്യം SFIയും തുടർന്ന് DYFIയും ആ സമരം ഏറ്റെടുക്കുന്നു. അങ്ങനെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെ അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്നല്ലോ. അതിൻ്റെ പക വേറെയും. രണ്ടും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് നേരെ വധശ്രമം തന്നെയാണ് നടന്നത്. അപ്പോൾ പോലീസിന് വെടിവെക്കാതെ മറ്റ് മാർഗമൊന്നുമില്ലായിരുന്നു. ഇതാണ് സഖാവ് പുഷ്പൻ ഇന്ന് കാണുന്ന രീതിയിലുള്ള പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൻ്റെ ഉപജ്ഞാതാവും എല്ലാം ആവാനുള്ള കാരണം. ഇതിൽ സഖാവ് പുഷ്പനെ നിങ്ങൾ ആഘോഷിച്ചോളൂ, കൊണ്ടു നടന്നോളൂ, ഒരു പ്രശ്നവുമില്ല. പാട്ടോ സിനിമയോ നാടകമോ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ. അത് നിങ്ങളെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റുള്ള ആളുകൾ സഖാവ് പുഷ്പൻ്റെ പേരോ പാട്ടോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ വികാരം കൊള്ളുന്നത്? കണ്ണൂർ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട്, മനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡോയാണ്. ആ കമാൻഡോ മനീഷിന് കൊടുക്കേണ്ട ആദരവിൻ്റെ ഒരു 100-1 പോലും ഒരു ബഹുമാനമോ ആദരവോ ഒന്നും ഈ പുഷ്പന് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, മുംബൈയിലെ ഭീകരാക്രമണ സമയത്ത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ കമാൻഡോ മനീഷ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഇന്നും ഈ ഗ്രാനേഡിൻ്റെ കഷ്ണമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹമൊക്കെയാണ് ശരിക്കും ജനങ്ങളുടെ ആദരവും ബഹുമാനവും സ്നേഹമൊക്കെ അർഹിക്കുന്ന വ്യക്തി. അല്ലാതെ കണ്ടവൻ പറഞ്ഞു കേട്ടിട്ട് എന്താണ് കാരണമെന്നോ എന്താണ് കാര്യമെന്നോ അറിയാതെ പോയിട്ടൊരു മന്ത്രിയെ തടയാൻ പോയി നിന്നിട്ട് വെട്ടിക്കൊണ്ട് വടി പോലെ കട്ടിലേക്ക് കിടക്കുന്ന ആളല്ല. അവരെ നിങ്ങൾ വേണമെങ്കിൽ ആഘോഷിച്ചോളൂ. എല്ലാവരും ആ രീതിയിൽ കാണണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കണമെന്നേ പറയൂ. പുഷ്പനോട് മാനുഷികപരമായിട്ടുള്ള ഒരു പരിഗണന ജനങ്ങൾ ഇതുവരെ കൊടുത്തിരുന്നു. പക്ഷേ അനാവശ്യമായി നിങ്ങളുടെ വികാരം നിങ്ങൾ വ്രണപ്പെട്ടു മറ്റുള്ളവർ നേരെ കൈപൊക്കിക്കൊണ്ട് വന്നാൽ ആ പരിഗണന ഇനി കിട്ടില്ല. പുഷ്പൻ ഇനി എയറിലേക്ക് തന്നെ പോകും. ഒരു സംശയവും വേണ്ട.